പാൽവില കൂട്ടാനുള്ള തീരുമാനം താൽക്കാലിക ആശ്വാസമാണെങ്കിലും വിലവർധന അപര്യാപ്തമാണെന്ന് ക്ഷീര കർഷകർ. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വില കുത്തനെ ഉയരുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. 3 വർഷത്തിന് ശേഷമാണ് പാൽവില കൂട്ടാൻ മിൽമ തീരുമാനിച്ചത്. ഉൽപാദന ചെലവ് ക്രമാതീതമായി കൂടിയതിനാൽ കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ്. ലിറ്ററിന് 4 രൂപയാണ് മിൽമ കൂട്ടിയത്. ജൂൺ 1 മുതൽ വിലവർധന പ്രാബല്യത്തിൽ വരും. പൊതുവിപണിയിൽ ലിറ്ററിന് 56 രൂപ ലഭിച്ചിരുന്ന പാലിന് 60 രൂപ നൽകണം. ഇതിൽ 3 രൂപ 35 പൈസ കർഷകന് അധികമായി ലഭിക്കും. 10 പൈസ മിൽമയ്ക്കും ബാക്കി ക്ഷീരസംഘത്തിനും ലഭിക്കും. പാൽവില കൂടുന്നതിനനുസരിച്ച് കമ്പനികൾ കാലിത്തീറ്റയുടെ വില വർദ്ധിപ്പിക്കും. ലിറ്ററിന് 60 രൂപയെങ്കിലും ലഭിച്ചാലേ പശു വളർത്തൽ ലാഭകരമാകൂ എന്നതാണ് കർഷകർ പറയുന്നത്. അത് പാലിന്റെ വില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ കണ്ടുവന്നിരിക്കുന്നത് കാലിത്തീറ്റയുടെ കൂടെ വില വർദ്ധിക്കുകയാണ്. ഒരു ചാക്കിന് 50 രൂപ അടുത്ത് വില വർദ്ധിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ വേറെ വഴിക്ക് അങ്ങനെ മറിഞ്ഞു പോവുകയാണ് നമുക്ക്. അതുകൊണ്ടാണ് ആ നിലയ്ക്കാണ് നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. 60 രൂപ സ്ഥിരമായിട്ട് ഈ പാലിന് വില ലഭിക്കുന്ന രീതിയിൽ വന്നെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ ക്ഷീരകർഷകരെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. അത് കുറഞ്ഞ ഇപ്പം നിലവിൽ 47 രൂപ 48 രൂപ അടുത്ത് ലഭിക്കുന്നുണ്ട്. ചിലർക്ക് അതിൽ കുറവായിരിക്കും ഈ പാലിൻ്റെ ഗുണനിലവാരം അനുസരിച്ചുള്ള. അപ്പം അത് ഒരു 60 രൂപ ലഭിച്ചെങ്കിൽ മാത്രമേ ക്ഷീരകർഷകർക്ക് പിടിച്ചു നിന്ന് പോകാൻ പറ്റുള്ളൂ. കാർഷിക ജില്ലയായ ഇടുക്കിയിൽ കൃഷിയോടൊപ്പമാണ് പല കർഷകരും അധിക വരുമാനമെന്ന നിലയിൽ കന്നുകാലി വളർത്തൽ നടത്തുന്നത്. പുലർച്ചെ മുതൽ രാത്രി വൈകുവോളമുള്ള അധ്വാനത്തിലൂടെയാണ് ക്ഷീര കർഷകരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. എന്നാൽ ഇത്തരം കഠിനാധ്വാനം നടത്തിയിട്ടും ക്ഷീരമേഖലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് പശുപരിപാലനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ലെന്നതാണ് കർഷകരുടെ അഭിപ്രായം. സിറ്റി വിഷൻ, കട്ടപ്പന.